കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ UDF പാർലമെന്ററി പാർട്ടി ധർണ നടത്തി. ശുചിമുറി മാലിന്യ സംസ്കരണത്തിനുള്ള വാഹനം വാങ്ങുന്നതിൽ അഴിമതി ആരോപിച്ചായിരുന്നു ധർണ. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും UDF ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണത്തിനുള്ള വാഹനം വാങ്ങുന്നതിന് 27 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയതിൽ അഴിമതിയുണ്ടെന്നാണ് UDFന്റെ ആരോപണം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് പ്ലാന്റോട് കൂടിയ വാഹനം വാങ്ങാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളോ കൗൺസിലോ അറിയാതെ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകി ഫണ്ട് കൈമാറിയെന്നാണ് UDF ആരോപിക്കുന്നത്. കായംകുളം നഗരസഭയിൽ കൂനിന്മേൽ കുരുവ് പോലെ എല്ലാ ദിവസങ്ങളിലും അഴിമതിയുടെ കഥകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം 27 ലക്ഷം രൂപ നഗരസഭയോ ഭരണ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി യാതൊരുവിധ അംഗീകാരവുമില്ലാതെ പാൻ കാർഡ് പോലും ഇല്ലാത്ത ഒരു കമ്പനിക്ക് മരം സംസ്കരിക്കുന്ന വാഹനം വാങ്ങിക്കാനെന്ന പേരിൽ അതിന്റെ വിലയോ മറ്റു കാര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ആലോചിക്കാതെ കൊടുത്ത വിവരം കൌൺസിലിൽ ഭരണകക്ഷി അംഗങ്ങൾ തന്നെ ഉന്നയിച്ച് ബഹളം വെച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഞങ്ങൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു നഗരസഭകളിലും നാളിതുവരായി നടക്കാത്തൊരു കാര്യമാണ് കായംകുളം നഗരസഭയിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് കായംകുളത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീടുകളിൽ പോയി 6000 രൂപ വീടുകാർ കൊടുക്കുമ്പോൾ അവരുടെ ശുചിമാലിന്യങ്ങൾ കംപ്ലീറ്റ് എടുക്കുന്നൊരു പദ്ധതി എന്നാണ്. നമുക്കറിയാം, കായംകുളത്ത് എവിടെയും 4000 4500 രൂപ കൊടുത്താൽ രാത്രി വന്ന് വണ്ടികളിൽ കൊണ്ടുപോകുന്ന മാലിന്യം അവരെവിടെങ്കിലും കൊണ്ടുപോയി തള്ളുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ ഇന്ന് യാതൊരുവിധ ലൈസൻസും ഇല്ലാത്ത 2 കമ്പനികൾ, ഈ 2 കമ്പനികളും എന്ന് പറയുന്നത് ഒരൊറ്റ കമ്പനിയാണ്. അവരെ വ്യാജമായിട്ടാണ് ഈ നഗരസഭയെ സമീപിച്ചുകൊണ്ട് അങ്ങനെ ഒരു എഗ്രിമെന്റ് തന്നെ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം കൂടിയ നഗരസഭാ കൌൺസിലിൽ വിഷയം ചർച്ചയായി. സംഭവത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും UDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. CS ഭാഷ, K പുഷ്പദാസ്, AP ഷാജഹാൻ, ബിദു രാഘവൻ, R സുമിത്രൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അംഗീകാരമില്ലാത്ത കമ്പനിക്കാണ് ടെൻഡർ നൽകിയതെന്നും UDF ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.